ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവുന്നത് വരെ ഞാനിനി ഒറ്റ വസ്ത്രം മാത്രമേ ധരിക്കൂ. ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ നിങ്ങൾ? 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന തെമ്മാടി ആ മനുഷ്യന്റെ എല്ലിച്ച ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ ഉതിർത്ത് അത് പിടഞ്ഞു മരിക്കുമ്പോഴും ആ ദേഹത്തൊറ്റ വസ്ത്രമായിരുന്നു. എന്റെ ഓഫീസിൽ എന്റെ തലയുടെ പിറകില് ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടിട്ട് അവിടെ വന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു, വാപ്പ ഉംറക്ക് പോയതാണോ എന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ ഗാന്ധിജിയെ കണ്ടാൽ ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചു. അതിന്റെ ചരിത്രം ഇതാണ്. ഒരു സ്ത്രീയോടല്ല, ഒരു രാജ്യത്തിന്റെ കടപ്പാടിൽ നിന്നാണ് തന്റെ മേൽവസ്ത്രം അഴിച്ചെറിഞ്ഞത് ബാപ്പുജി. 1948 അവിടെയാണ് അങ്ങ് ഡൽഹിയില് ഒരു കഞ്ഞി വിളമ്പൽ പരിപാടി നടക്കുകയാണ്. ആരാ ഉദ്ഘാടനം ചെയ്യുന്ന കാര്യങ്ങള്? ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ ഉടമ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കഞ്ഞി ഉദ്ഘാടനം ചെയ്യാന് ഇപ്പൊ എന്നെയൊക്കെ വിളിച്ചാൽ, MLA നിലക്ക് വിളിച്ചാൽ ഞാൻ ഒന്നാ പോവില്ല. പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പറയും, പഞ്ചായത്ത് മെമ്പറെ കിട്ടൂല കഞ്ഞി വിളമ്പാൻ. നമ്മളിപ്പോ സുഭിക്ഷതയുടെ നാട്ടിലല്ലേ ജീവിക്കണത്, എന്ത് കഞ്ഞി അല്ലേ? 48 കഞ്ഞിക്ക് അമൃതിന്റെ വിലയുണ്ടായിരുന്നു, അത്രമേൽ വിലയുണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കഞ്ഞി വിളമ്പി കൊടുക്കുന്നത്. ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ പ്രായമുള്ള ഒരു സ്ത്രീ ഒരു വലിയ മൊന്ത പിടിച്ചിട്ട് കഞ്ഞിക്ക് വേണ്ടി നീട്ടി. നെഹ്റു പറഞ്ഞു അവരോട്, അമ്മക്ക് ഈ മൊന്ത ഒറ്റക്ക് പിടിക്കാൻ പറ്റുമോ? ഒരു ചെറിയ പരിഹാസം ഉണ്ടായിരുന്നു. അവരാ മൊന്ത പിറകോട്ട് വലിച്ചു. എന്നിട്ട് നെഹ്റുവിനോട് പറഞ്ഞു, പ്രധാനമന്ത്രി, എനിക്ക് മനസ്സിലായി കളിയാക്കല്, പക്ഷെ നിങ്ങൾ അറിയണം, ഇതെനിക്ക് എന്റെ വയറിലേക്കല്ല, 23 വയറുകൾക്കാണ്. അവർക്കിവിടെ പാത്രമോയുമായി വരാൻ ഞാൻ ധരിച്ച പോലെ ഒരു വസ്ത്രം അവർക്കില്ല. അവരോട് മാപ്പ് പറഞ്ഞ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവർക്ക് പിന്നെയും കഞ്ഞി വിളമ്പി കൊടുത്തു. അവിടുന്ന് നമ്മൾ വന്നത്. റിലയൻസ് തയ്ച്ചു കൊടുക്കുന്ന 10 ലക്ഷത്തിന്റെ കോട്ടുമിട്ട് നടക്കുന്ന ഈ എരപ്പൻ പ്രധാനമന്ത്രിക്ക് അറിയില്ല എവിടെ നിന്നാണ് ഇന്ത്യ വന്നത് എന്ന്. എത്ര ദാരിദ്ര്യമായിരുന്നു ഇന്ത്യയിലെന്ന്. മണ്ണിന്റെ മുകളിൽ മുന്തിരി വെച്ച പോലെ ഈ ചീർത്തു വീർത്ത അമിഷയൊക്കെ കയറിയിരിക്കുന്ന ഇന്ത്യ എവിടുന്നാ വന്നത് എന്നറിയില്ല നിങ്ങൾക്ക്. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിനെയും ഇന്ത്യ അതിജീവിച്ചത് മതത്തിന്റെ പേരിലല്ല, മനുഷ്യന്റെ പേരിലാണ്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും ഒക്കെ. നിന്റെ മതത്തിന്റെ മനസ്സിലെ വിഷം കൊണ്ട് അവരെ അങ്ങ് പറിച്ചു കളയാൻ നീ ഇനിയും 1000 തന്തമാർക്ക് ജനിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇത് ഇന്ത്യയാണ്. ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവരാണ് ഞങ്ങളെന്ന് ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അഭിമാനിക്കുന്നു. ആ കുട്ടികൾക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള സമരമാണിത്. ഒറ്റുകാർ വരുമ്പോൾ ജാഗ്രതയായിരിക്കുക, ജാഗ്രവത്തായി നിൽക്കുക. അവർക്കെതിരെ